ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, നമ്മൾ ഇന്ന് ഓപ്പൺ എക്കോണമി മാക്രോ എക്കോണമിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത് ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. അത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് അതിൽ കുറേ കൺഫ്യൂഷൻസും ഡൗട്ട്സും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്നിരുന്നാലും നമ്മൾ അത് ഇപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ റെഡി അല്ലേ? റെഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് എക്സ്ചേഞ്ച് റേറ്റ്? എന്താണ് മക്കളെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്സ്ചേഞ്ച് റേറ്റിലെ മലയാളം നമ്മൾ എന്ത് പറയും? വിനിമയ നിരക്ക് എന്ന് പറയും. എന്താണ് ഈ വിനിമയ നിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കറൻസിയുടെ മൂല്യം മറ്റൊരു കറൻസിയുടെ രൂപത്തിൽ പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, $1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 82 രൂപയാണ്. അതായത് നമ്മുടെ 82 രൂപേനെ വേറൊരു കറൻസിയുടെ മൂല്യത്തിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താ? 82 രൂപ കൊടുത്താൽ നമുക്ക് $1 കിട്ടും. അപ്പൊ മനസ്സിലായല്ലോ, ദ പ്രൈസ് ഓഫ് എ ഫോറിൻ കറൻസി ഇൻ ടേംസ് ഓഫ് ഡൊമസ്റ്റിക് കറൻസി ആണ് എന്തെന്ന് പറയുന്നത്, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു കറൻസിയുടെ മൂല്യം മറ്റൊരു കറൻസിയുടെ രൂപത്തിൽ പറയുന്നതിനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കത്തിയില്ലേ? അപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സിമ്പിളി ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്. സിമ്പിൾ ആയിട്ട് $1 ഇപ്പൊ 82 രൂപ കൊടുത്ത് $1 കിട്ടും. അതിനെയാണ് നമ്മൾ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുന്നത്. വളരെ അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും നോമിനൽ എക്സ്ചേഞ്ച് റേറ്റിൽ ഇല്ല. ബട്ട് കമ്മിങ് ടു റിയൽ എക്സ്ചേഞ്ച് റേറ്റിലേക്ക് വരുമ്പോൾ അവിടെ ഇത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ട്. റിയൽ എക്സ്ചേഞ്ച് റേറ്റിൽ എന്താ നടക്കുന്നത് അറിയോ? അവിടെ ഒരു കമ്പാരിസൺ ആണ് നടക്കുന്നത്. എന്താണ് നടക്കുന്നത്? അവിടെ ഒരു കമ്പാരിസൺ, താരതമ്യേന ഏത് രാജ്യത്താണ് വില കൂടുതൽ, അതായത് ഒരു സാധനത്തിന്റെ വില ഏത് രാജ്യത്താണ് കൂടുതൽ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണ് റിയൽ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ചിലപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ചോദിക്കും ക്വസ്റ്റ്യനിൽ. എന്തായിരിക്കും അത് ചെയ്യാനുള്ളൊരു ഫോർമുല? ആ ഫോർമുല നോക്കിക്കോ. നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ, റിയൽ എക്സ്ചേഞ്ച് റേറ്റിന്റെ ഫോർമുല EPF ഡിവൈഡഡ് ബൈ P. എന്താണ്? EPF ഡിവൈഡഡ് ബൈ P. ഇ എന്താണ്? ഇ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഞാൻ ER ആയിട്ട് കൊടുക്കുകയാണ്. P എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് എന്ത്, ഫോറിൻ കറൻസിക്ക് ഞാൻ CU എന്നേ കൊടുക്കുന്നുള്ളൂ. ഇനി P എന്താണ്? അറിയാം, പ്രൈസ് ഓഫ് ഡൊമസ്റ്റിക് കറൻസി ആയിരിക്കൂലേ? അതെ, അത്രേ ഉള്ളൂ. സിമ്പിൾ ആണല്ലേ? നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു, ഇത് ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചു. അപ്പൊ റിയൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കണം, താരതമ്യേന ഏത് രാജ്യത്താണ് വില കൂടുതൽ, ഒരു കമ്മോഡിറ്റിയുടെ വില കൂടുതൽ, അതാണ് റിയൽ എക്സ്ചേഞ്ച് റേറ്റ്. അത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല ഇപ്പൊ നമ്മൾ പഠിച്ചു. എന്താണ് റിയൽ എക്സ്ചേഞ്ച് റേറ്റിന്റെ ഫോർമുല? EPF ഡിവൈഡഡ് ബൈ P എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഫോർമുല. അതിൽ E സൂചിപ്പിക്കുന്നത് എക്സ്ചേഞ്ച് റേറ്റിനെയും PF സൂചിപ്പിക്കുന്നത് പ്രൈസ് ഓഫ് ഫോറിൻ കറൻസിയെയും, ഇനി P എന്താ സൂചിപ്പിക്കുന്നത്? പ്രൈസ് ഓഫ് ഡൊമസ്റ്റിക് കറൻസിയുമാണ്. അപ്പം ഇത് നമുക്ക് മനസ്സിലായെങ്കിൽ നമുക്കൊരു എക്സാമ്പിളിലൂടെ എന്ത് ചെയ്യാം, ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോണ, ഒരു കിലോ ഉള്ളി വാങ്ങിക്കാൻ പോവാണ്. ഒണിയൻ വാങ്ങിക്കാനായിട്ട് പോവാണ്. അപ്പൊ നോക്കിക്കേ, നിലവിലെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $1 75 രൂപയാണെന്ന് വെച്ചോ. $1 75 രൂപയാണ്. അപ്പം നമുക്ക് $1 75 രൂപയാണ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ്, നിലവിലത്തെ എക്സ്ചേഞ്ച് റേറ്റ്. ഇനി ഇന്ത്യയിലെ ആ 1 കിലോ ഉള്ളിക്ക് 100 രൂപയും, 100 രൂപയും USA അതിന് $1 ആണെന്ന് വെച്ചോ. $1 അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഏത് രാജ്യത്താണ് ഈ ഉള്ളിക്ക് വില കൂടുതൽ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ഫോർമുല എന്താ? റിയൽ എക്സ്ചേഞ്ച് റേറ്റിന്റെ ഫോർമുല എന്താടാ? EPF ഡിവൈഡഡ് ബൈ P. ഈ എന്ന് പറയുന്ന എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്? 75 ആണ്. $1 75 രൂപ. ഓക്കെ, 75 കിട്ടി. ഇനി PF എന്താണ്? പ്രൈസ് ഓഫ് ഫോറിൻ കറൻസി എത്ര രൂപയാണ്? $1 അല്ലേ? അപ്പൊ 1 ഡിവൈഡഡ് ബൈ P എന്താണ്? പ്രൈസ് ഓഫ് ഡൊമസ്റ്റിക് കറൻസി എത്രയാണ്? 100 രൂപയല്ലേ? അപ്പം 100 75 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.75 കിട്ടും. ആൻസർ കിട്ടി മിസ്സേ. ഇനി ഇത് എങ്ങനെയാണ്, ഏത് രാജ്യത്താണ് വില കൂടുതൽ, എവിടെയാണ് വില കുറവ് എന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അതിന് 3 കണ്ടീഷൻസ് ഉണ്ട്. നോക്കിക്കോ. R-ന്റെ വാല്യൂ, ഈ കിട്ടിയ റിയൽ എക്സ്ചേഞ്ച് റേറ്റിന്റെ വാല്യൂ 1-നേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് കൺട്രിയിലായിരിക്കും വില കൂടുതൽ. ഇനി ഈ കിട്ടിയ R-ന്റെ വാല്യൂ 1-ന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും? സെയിം പ്രൈസ് ആയിരിക്കും. എന്തായിരിക്കും? സെയിം പ്രൈസ് ആയിരിക്കും. ഇനി ഈ കിട്ടിയ R-ന്റെ വാല്യൂ 1-നേക്കാൾ കൂടുതലാണെങ്കിൽ, മോർ ദാൻ 1 ആണെങ്കിൽ എവിടെയായിരിക്കും?
ഫോറിൻ രാജ്യത്തായിരിക്കും എന്ത് കൂടുതൽ, വില കൂടുതൽ. മക്കളെ മനസ്സിലായോ? ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ, 1നേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ഏരിയയിലും, 1ന് സമമാണ്, 1ന് ഈക്വൽ ആണെന്നുണ്ടെങ്കിലും 2 രാജ്യത്ത് സെയിം വിലയായിരിക്കും. 1നേക്കാൾ കൂടുതലാണ്, മോർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ഫോറിൻ രാജ്യത്തായിരിക്കും. അപ്പൊ 1നേക്കാൾ കുറവാണോ കിട്ടിയ ആൻസർ? ഒബ്വിയസ്ലി 0.75 1നേക്കാൾ കുറവാണ്. അപ്പോൾ ഏത് രാജ്യത്താണ് ഉള്ളിക്ക് വില കൂടുതൽ? ഇന്ത്യയിലാണ്. മക്കളെ അത് എഴുതി വെക്കണം. കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കണം. അല്ല ഇത് കണ്ടുപിടിച്ച് 0.75 കിട്ടി, ടീച്ചർ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞു പോകരുത്. അതിന് മാർക്ക് ഉണ്ടാവില്ല. ആ കമന്റ് ചെയ്യുന്നതിന് സെപ്പറേറ്റ് മാർക്ക് ആയിരിക്കും. അപ്പൊ ഇത് മനസ്സിലായല്ലോ? റിയൽ എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? താരതമ്യേന ഏത് രാജ്യത്താണ് കൂടുതൽ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ എക്സ്ചേഞ്ച് റേറ്റ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ്ചേഞ്ച് റേറ്റ്, അതായത് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നതിൽ, ഡിസൈഡ് ചെയ്യുന്നതിൽ, നിർണ്ണയിക്കുന്നതിൽ 3 സ്റ്റെപ്പുകളാണുള്ളത്. 3 സ്റ്റെപ്പല്ല, 3 വേസുകളാണുള്ളത്, 3 വഴികളാണുള്ളത്. അത് ഏതൊക്കെയാണ്? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, മാനേജ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. എന്താണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അയവുള്ള, നമ്മൾ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയത്തില്ലേടാ. എന്താണ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്? അതായത് ഏതെങ്കിലും ഒരു സമയം, ഇപ്പം 10 മണിക്കൂർ വർക്ക് ചെയ്താന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് വന്നിരുന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ അപ്പോൾ അതൊരു ടൈറ്റ് ഷെഡ്യൂൾ ഇല്ല, ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഫിക്സഡ് എന്ന് പറയുമ്പോൾ എന്താ? ഫിക്സഡ് വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇത്ര ഫിക്സഡ് ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് ആണ് നമുക്കുള്ളത്. അതാണ് ഫിക്സഡ് വർക്കിംഗ് അവേഴ്സ്. അപ്പം ഫിക്സഡ് എന്ന് മനസ്സിലായല്ലോ? സിമ്പിളി ഒരു എക്സാമ്പിൾ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ ഒരു അയവുള്ള, അവിടെ ഒരു ഫ്ലെക്സിബിൾ ആണ്. ഇനി ഫിക്സഡ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് ആണ്, അത് ഫിക്സ് ചെയ്യുന്നതാണ്. മാനേജ് ഫ്ലോട്ടിങ്ങിലേക്ക് വരുമ്പോൾ അത് ഫ്ലെക്സിബിളിൻ്റെയും ഫിക്സഡിൻ്റെയും എന്താണ്? ഒരു മിക്സറാണ്, ഒരു മിക്സ് ആണ് മാനേജ് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ആരെ പറ്റി പഠിക്കാം? ഫ്ലെക്സിബിൾ ചേട്ടനെ പറ്റി നമുക്ക് പഠിക്കാം. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ആരൊക്കെയാണ് എക്സ്ചേഞ്ച് റേറ്റ് നിർണ്ണയിക്കുന്നത് നമുക്ക് പഠിക്കാം. മക്കളെ നോക്കിക്കോ, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഡിമാൻഡും സപ്ലൈയുമാണ് എന്ത് തീരുമാനിക്കുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. ഓക്കെ, എന്താണ് തീരുമാനിക്കുന്നത്? ഡിമാൻഡും സപ്ലൈയും കൂടെ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. അപ്പം ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ കറൻസിയാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിൽ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായി. എന്താണ് ഡിമാൻഡ്? നമ്മൾ ഫോറിൻ കറൻസി ഡിമാൻഡ് ചെയ്യുന്നതാണ് അതിന് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോറിൻ കറൻസി ഡിമാൻഡ് ചെയ്യുന്നു. അതേപോലെ വിദേശത്ത് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ, അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫോറിൻ കറൻസി ഡിമാൻഡ് ചെയ്യാണ്. അപ്പൊ ഡിമാൻഡിലുള്ള മെയിൻ ആയിട്ടുള്ള ആളാണ് ഇമ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി സപ്ലൈ എന്ന് പറയുന്നത് എന്താ? ഇങ്ങോട്ട് കിട്ടുകയാണ്, ലഭിക്കുകയാണ്. നമ്മൾ ഫോറിൻ കറൻസി ലഭിക്കുന്നതിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. നോക്കിക്കോ, എക്സ്പോർട്സിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? ഫോറിൻ കറൻസി ഇങ്ങോട്ട് കിട്ടുന്നു. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് റിസീവ് ചെയ്യുമ്പോൾ, ഗിഫ്റ്റുകൾ റിസീവ് ചെയ്യുമ്പോൾ, അവിടുന്ന് ടൂറിസ്റ്റ് ഇവിടെ വരുമ്പോൾ, അല്ലെ, പുറത്ത് ടൂറിസ്റ്റ് നമ്മുടെ രാജ്യത്ത് വരുമ്പോഴൊക്കെ നമ്മൾ എന്ത് റിസീവ് ചെയ്യാണ്? ഫോറിൻ കറൻസി റിസീവ് ചെയ്യാണ്. അതാണ് സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി എന്ന് പറയുന്നത്. അപ്പൊ സപ്ലൈ ഓർക്കേണ്ട കാര്യം, എക്സ്പോർട്ട് വരുന്നത് സപ്ലൈയിലാണ്. ഇത് ഓർത്ത് വെക്കുക. ഇത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് 2 ഓർത്ത് വെക്കുക. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ്, അതായത് ഫോറിൻ കറൻസിയുടെ ഡിമാൻഡും സപ്ലൈയും വെച്ചിട്ടാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ എക്സ്ചേഞ്ച് റേറ്റ്, വിനിമയ നിരക്ക് തീരുമാനിക്കുന്നത് അഥവാ നിർണ്ണയിക്കുന്നത്. ഇത് മനസ്സിലായോ? ഇനി നോക്കിക്കോ, നമുക്കിതൊരു ഗ്രാഫിലൂടെ കാണിക്കാം. ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡിമാൻഡ് നോക്കിക്കേടാ. ഡിമാൻഡ് എന്താണ്? ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, അല്ലേ? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇനി സപ്ലൈ നോക്കിക്കേ, യെസ്, അപ്വേർഡ് ആണ്, അല്ലേ? അപ്വേർഡ് സ്ലാൻഡിംഗ് ആണ്, അല്ലെങ്കിൽ അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ് നമുക്ക് പറയാം. എന്തുകൊണ്ടായിരിക്കും ഡിമാൻഡ് സപ്ലൈ ഇങ്ങനെ വന്നത്? ഡിമാൻഡ് സപ്ലൈക്ക് എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. നോക്കിക്കോ, നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റും, ഇവിടെ കണ്ട എക്സ്ചേഞ്ച് റേറ്റാണ് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റും ഡിമാൻഡും തമ്മിൽ ഒരു പ്രശ്നത്തിലാണ്. എന്താണ് പ്രശ്നം? എക്സ്ചേഞ്ച് റേറ്റ് കൂടുകയാണെങ്കിൽ ഡിമാൻഡ് കുറയും, എക്സ്ചേഞ്ച് റേറ്റ് കുറയുകയാണെങ്കിൽ ഡിമാൻഡ് കൂടും. അവർ തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പിലാണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പിലാണ്. എന്താ സംഭവിക്കുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് കൂടുകയാണെങ്കിൽ ഡിമാൻഡ് കുറയുന്നു, എക്സ്ചേഞ്ച് റേറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് കൂടുന്നു. ഓക്കെ മക്കളെ, ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിളോട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. മക്കളെ നോക്കിക്കോ, ആദ്യമേ ഒരു ഡോളറിന് 85 രൂപയായിരുന്നു. 85 രൂപ കൊടുത്ത് ഒരു ഡോളർ കിട്ടും. ഇപ്പൊ നോക്കിക്കേ, 75 രൂപ കൊടുത്താൽ നമുക്കൊരു ഡോളർ കിട്ടും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി. അതായത് ആദ്യമേ 85 രൂപയായിരുന്നു ഒരു ഡോളറിന്, ഇപ്പൊ അത് 75 രൂപയായിട്ട് ഇപ്പൊ കുറഞ്ഞു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? എക്സ്ചേഞ്ച് റേറ്റ് കുറയുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ എക്സ്പോർട്ടിന്റെ കാര്യം നോക്കിയേ, എക്സ്പോർട്ട് ചെയ്തപ്പോൾ ആദ്യമേ ഒരു ഡോളർ നമുക്ക് 85 രൂപ കിട്ടിയായിരുന്നു. ഇപ്പൊ നമുക്ക് എത്രയേ കിട്ടുന്നുള്ളൂ? 75 രൂപയെ കിട്ടുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എക്സ്പോർട്ട് കൂട്ടുവോ? നമുക്ക് നഷ്ടക്കച്ചവടം അല്ലേ അവിടെ. നമ്മൾ എന്ത് ചെയ്യും? എക്സ്പോർട്ട് കുറയ്ക്കും.
അപ്പോൾ മക്കളെ നോക്കിക്കോ, ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് കുറഞ്ഞപ്പോൾ ആരാണ് കൂടെ കുറഞ്ഞത്? എക്സ്പോർട്ട്. എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഏതിലാണ് വരുന്നത്? എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ ഏതിലാണ് വരുന്നത്? ഡിമാൻഡിലാണോ സപ്ലൈയിലാണോ? സപ്ലൈയിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ സപ്ലൈയും എക്സ്ചേഞ്ച് റേറ്റും തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. എക്സ്ചേഞ്ച് റേറ്റ് കുറഞ്ഞാൽ എന്ത് കുറയും? സപ്ലൈയും കുറയും. ഇനി ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് കൂടിയാലോ, 75 നേരെ 85 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആദ്യം 75 രൂപ കിട്ടുന്നു, ഇപ്പം 85 രൂപ കിട്ടുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എക്സ്പോർട്ട് കൂട്ടും, അതായത് സപ്ലൈ ഫോറിൻ കറൻസി കൂടും. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് കൂടിയപ്പോൾ ആര് കൂടെ കൂടി? സപ്ലൈയും കൂടെ ഉയർന്നു. അപ്പം സപ്ലൈയും എക്സ്ചേഞ്ച് റേറ്റും തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ഈ ഡിമാൻഡിന്റെ കാര്യം നോക്കിക്കേ, നമ്മൾ ഡിമാൻഡിൽ പഠിച്ചത് ഇമ്പോർട്ട്സ് ആണ് അല്ലേ. ആദ്യമേ നമുക്ക് 85 രൂപ കൊടുത്താലേ ഒരു സാധനം കിട്ടിയിരുന്നുള്ളൂ. ഇപ്പം 75 രൂപ കൊടുത്താൽ നമുക്ക് സാധനം കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ സാധനം വാങ്ങിക്കാൻ നോക്കത്തില്ലേ? ആദ്യമേ ഞങ്ങൾക്ക് ഈ ഫോണിന് എനിക്ക് ഇപ്പം ഒരു എക്സാമ്പിൾ 85 രൂപയാണെന്ന് വെച്ചോ, ഇപ്പം എനിക്ക് 75 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ നമ്മൾ ഉടനെ വാങ്ങൂലേ അത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇമ്പോർട്ട്സ് കൂട്ടും. എപ്പോഴാണ് ഇമ്പോർട്ട്സ് കൂട്ടിയത്? എക്സ്ചേഞ്ച് റേറ്റ് കുറഞ്ഞപ്പോൾ. അപ്പം നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് കുറഞ്ഞപ്പോൾ എന്ത് നമ്മൾ കൂട്ടി? ഇമ്പോർട്ട്സ് കൂട്ടി. ഇമ്പോർട്ട്സ് എവിടെ വരുന്നത്? ഡിമാൻഡിലാണ്. അതുകൊണ്ടാണ് ഇത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉള്ളത്. ഇത് എന്തുകൊണ്ടാണ് നെഗറ്റീവ് റിലേഷൻഷിപ്പിൽ ഉണ്ടായതെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. മക്കളെ മനസ്സിലായോ? വളരെ സിമ്പിളാണ് അല്ലേ. വളരെ സിമ്പിളായിട്ട് നമ്മളിത് മനസ്സിലാക്കി വെച്ചു. ഇത്ര മനസ്സിലാക്കിയാൽ മതി. എക്സ്ചേഞ്ച് റേറ്റും ഡിമാൻഡും തമ്മിൽ വഴക്കാണ് മക്കളെ. അവരെന്ത് ചെയ്യും? എക്സ്ചേഞ്ച് റേറ്റ് കുറയുകയാണെങ്കിൽ ഡിമാൻഡ് കൂടും, എക്സ്ചേഞ്ച് റേറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കുറയും. ഓക്കെ, ഇനി സിംപ്ലി അതേപോലെ എക്സ്ചേഞ്ച് റേറ്റ് കൂടുകയാണെങ്കിൽ സപ്ലൈയും കൂടെ കൂടും. അവർ തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. എക്സ്ചേഞ്ച് റേറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്ലൈയും കൂടെ കുറയും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് അല്ലേ. വളരെ അധികം സിമ്പിൾ ആണ്. ഇത് നോക്കിക്കോ, ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ്? ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. നോക്കിക്കോ, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കണ്ടേ, ഇത് അതിലൂടെയാണ് ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം പോയിന്റ്. മക്കളെ, ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. ആ 2 കാര്യങ്ങളാണ് കറൻസി ഡിപ്രീസിയേഷനും കറൻസി അപ്രീസിയേഷനും. എന്താണ് കറൻസി ഡിപ്രീസിയേഷൻ അപ്രീസിയേഷൻ? നമുക്ക് നോക്കാം. ആദ്യമേ ഒരു ഡോളറിന് എക്സാമ്പിളൂടെ പറഞ്ഞുതരാം. ഒരു ഡോളറിന് നമ്മൾ 75 രൂപയായിരുന്നു. ഇപ്പോൾ ഒരു ഡോളറിന് എന്തായി? 85 രൂപയാക്കി അല്ലേ. നമ്മുടെ 85 രൂപയാക്കി. ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മളുടെ എക്സ്ചേഞ്ച് റേറ്റ് കൂടി. എക്സ്ചേഞ്ച് റേറ്റ് കൂടി. ആദ്യമേ നമ്മൾ 75 രൂപ കൊടുത്ത ഒരു ഡോളർ കിട്ടുമായിരുന്നു. ഇപ്പം നമ്മൾ 85 രൂപ കൊടുത്താൽ ഒരു ഡോളർ കിട്ടത്തുള്ളൂ. അപ്പം എന്താ സംഭവിച്ചത്? ഇവിടെ നമ്മുടെ കറൻസിയുടെ വാല്യൂ, നമ്മുടെ കറൻസിയുടെ മൂല്യം കുറഞ്ഞു. ആ കറൻസിയുടെ മൂല്യം കുറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കറൻസി ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? കറൻസി ഡിപ്രീസിയേഷൻ. അപ്പോൾ കറൻസി ഡിപ്രീസിയേഷൻ മനസ്സിലായല്ലോ. അതായത് നമ്മുടെ കറൻസിയുടെ മൂല്യം കുറയുന്നു. എപ്പോഴാണ് മൂല്യം കുറയുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് കൂടുമ്പോൾ. ആദ്യമേ നമുക്ക് ഇത്ര രൂപ കൊടുത്താൽ 75 രൂപ കൊടുത്താൽ അത്രയും കിട്ടുമായിരുന്നു. അപ്പം എക്സ്ചേഞ്ച് റേറ്റ് കൂടിയപ്പോൾ 85 രൂപ കൊടുത്താലേ ഇത്രയും കിട്ടുള്ളൂ, ഒരു ഡോളർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കറൻസിയുടെ വാല്യൂ ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് കറൻസി ഡിപ്രീസിയേഷൻ. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കറൻസി അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? കറൻസി അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. യെസ്, അതെ, ഇതാണ് കറൻസി അപ്രീസിയേഷൻ. എന്താണ് കറൻസി അപ്രീസിയേഷൻ? നേരെ തിരിച്ചാലോചിച്ചേ. ആദ്യമേ ഒരു ഡോളറിന് നമ്മൾ 85 രൂപയായിരുന്നു. ഇപ്പോൾ ഒരു ഡോളറിന് എത്രയായി? 75 രൂപയായി. ആദ്യമേ 85 രൂപ കൊടുത്താൽ ഒരു ഡോളറിനുള്ള സാധനങ്ങൾ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ 75 രൂപ കൊടുത്താൽ നമുക്ക് കിട്ടും. അപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ കറൻസിയുടെ വാല്യൂ ഇവിടെ കൂടുകയാണ് ചെയ്തത്. ഇതാണ് കറൻസി അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് കറൻസി അപ്രീസിയേഷൻ. അപ്പോൾ കറൻസി ഡിപ്രീസിയേഷനും കറൻസി അപ്രീസിയേഷനും മറന്നു പോവില്ലല്ലോ മക്കളെ. എവിടെയാണ് കറൻസി ഡിപ്രീസിയേഷനും അപ്രീസിയേഷനും വരുന്നത്? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അത് മാത്രം ഒന്ന് ആലോചിച്ച് വെക്കുക, അത് തിരിഞ്ഞു പോകരുത്. ഫ്ലെക്സിബിളിലാണ് കറൻസി ഡിപ്രീസിയേഷനും കറൻസി അപ്രീസിയേഷനും വരുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള അടുത്ത ആളാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഫ്ലെക്സിബിളില് ഡിമാൻഡും സപ്ലൈയും, ഫോറിൻ കറൻസിയുടെ ഡിമാൻഡും സപ്ലൈയും കൂടിയാണ് അവിടെ എക്സ്ചേഞ്ച് റേറ്റ് വിനിമയ നിരക്ക് നിർണ്ണയിച്ചതെങ്കിൽ നമ്മുടെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെന്റും കൂടിയാണ് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. ഒരു ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ഫിക്സ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ നോക്കിക്കോ. ആദ്യമേ നിലവിലെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 75 രൂപയായിരുന്നു. ഇനി എന്ത് ചെയ്യാണ്? RBI അത് 65 രൂപയാക്കിയിട്ട് എന്ത് ചെയ്യാണ്?
കുറയ്ക്കുകയാണ്. ഇവിടെ എന്ത് ചെയ്തേ? എക്സ്ചേഞ്ച് റേറ്റ് കുറയ്ക്കുകയാണ് ചെയ്തത്. ആദ്യമേ 75 രൂപയായിരുന്നു, ഇപ്പൊ എത്രയാക്കി? 65 രൂപയാക്കിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് റേറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് കുറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഡിമാൻഡ് കൂടി. നോക്കിക്കേ, എക്സ്ചേഞ്ച് സംഭവിച്ചപ്പോൾ ഡിമാൻഡ് എന്താണ്? ഡിമാൻഡ് കൂടി. അപ്പൊ ഈ ഡിമാൻഡ് കൂടുന്ന ഒരു കണ്ടീഷനിൽ ആ ഒരു ടൈമില് RBI എന്ത് ചെയ്യും? ഈ ഫോറിൻ കറൻസി കിട്ടുന്നൊക്കെ കൊണ്ടുവന്ന് വിൽക്കും. ഓക്കെ, ഇതൊരു കണ്ടീഷൻ. ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണ്? RBI ഈ 75 നിന്ന്, ആ കണ്ടീഷൻ മറന്നു, 65 എന്നുള്ള കണ്ടീഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 75 നിന്ന് RBI 85 ഉയർത്തുകയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് എക്സ്ചേഞ്ച് റേറ്റ് കൂട്ടുകയാണ്. നോക്കിക്കോ, 85 ഇവിടെ കൂട്ടുകയാണ്, എക്സ്ചേഞ്ച് റേറ്റ് കൂട്ടി. ഇവിടെ ആരാണ് കൂടിയത്? ഇവിടെ സപ്ലൈയിലേ കൂടിയത്. എന്തുകൊണ്ടാണ്? എക്സ്ചേഞ്ച് റേറ്റ് കൂടുമ്പോൾ ആരും കൂടും? സപ്ലൈയും കൂടും. ആദ്യമേ 75 രൂപയായിരുന്നു, ഇപ്പോൾ എത്രയാണ്? 85 രൂപയാണ്. ഇങ്ങനെ സപ്ലൈ കൂടുന്ന ഒരു സമയത്ത് ഫോറിൻ കറൻസിയുടെ സപ്ലൈ കൂടി കഴിഞ്ഞാൽ RBI എന്ത് ചെയ്യും? ഈ കറൻസി ഒക്കെ ചെന്ന് വാങ്ങും. അപ്പോൾ ഇത് രണ്ടുമാണ് കണ്ടീഷൻ. മക്കളെ, ഒന്നുമില്ല, സിമ്പിളായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് RBIയും ഗവൺമെൻറ്റുമാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ തീരുമാനിക്കുന്നത്. അവരെന്ത് ചെയ്യും? അവർ എക്സ്ചേഞ്ച് റേറ്റ് കുറയ്ക്കാം, എക്സ്ചേഞ്ച് റേറ്റ് കൂട്ടാം. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് കൂട്ടിയാലും കുറച്ചാലും ഡിമാൻഡ് സപ്ലൈയിലും എന്താ ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ ഫ്ലെക്സിബിളിൽ പഠിച്ചു കഴിഞ്ഞു. ഫിക്സഡിൽ അപ്പോൾ എന്താ ചേഞ്ച് ഉണ്ടാകുന്നത്? ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ, ഡിമാൻഡ് എപ്പോഴാണ് കൂടുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് കുറയുമ്പോൾ. അങ്ങനെ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ, ഫോറിൻ കറൻസി ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ RBI ഫോറിൻ കറൻസി കൊണ്ടുവന്ന് വിൽക്കും. ഇതൊരു കണ്ടീഷൻ. ഇനി എക്സ്ചേഞ്ച് റേറ്റ് കൂടിയെന്ന് വെച്ചോ, എക്സ്ചേഞ്ച് റേറ്റ് കൂടുമ്പോൾ എന്തും കൂടും? സപ്ലൈയും കൂടൂലേ? അപ്പോൾ ഈ സപ്ലൈ കൂടുന്ന സിറ്റുവേഷനിൽ ഫോറിൻ കറൻസിയുടെ സപ്ലൈ കൂടി കഴിഞ്ഞാൽ RBI ഫോറിൻ കറൻസി വാങ്ങും. ഇതാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. കറൻസി ഡീവാല്യുവേഷൻ, കറൻസി റീവാല്യുവേഷൻ. ഇത് ഡിപ്രീസിയേഷനും അപ്രീസിയേഷനുമായിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞു പോകാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒന്നുമില്ല, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. കറൻസി ഡീവാല്യൂഷൻ നോക്കിക്കേ, എക്സ്ചേഞ്ച് റേറ്റ് RBI വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയുന്നു. ഇതാണ് കറൻസി ഡീവാല്യുവേഷൻ എന്ന് പറയുന്നത്. എന്താണ്? എക്സ്ചേഞ്ച് റേറ്റ് RBI വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയുന്നു. എക്സാമ്പിൾ എന്താ പറയുക? ഇപ്പം ആദ്യമേ $1 ആയിരുന്നു 75 രൂപ, ഇപ്പോൾ $1 85 രൂപയാണ്. എന്താണ് ചെയ്തത്? RBI എക്സ്ചേഞ്ച് റേറ്റ് കൂട്ടുകയാണ് ചെയ്തത്. RBI എക്സ്ചേഞ്ച് റേറ്റ് കൂട്ടിയ സമയത്ത് നമ്മുടെ കറൻസിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതാണ് കറൻസി ഡീവാല്യുവേഷൻ. കറൻസി ഡീവാല്യുവേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഇനി കറൻസിയുടെ വാല്യൂ കൂടുന്നതിനെയാണ് നമ്മൾ കറൻസി റീവാല്യുവേഷൻ എന്ന് പറയുന്നത്. ഒരു അപ്വേർഡ് ഇൻക്രീസ്. എപ്പോഴാണ് അപ്വേർഡ് ഇൻക്രീസ് ഉണ്ടാകുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് RBI കുറച്ച് കഴിയുമ്പോൾ. ഈ 2 സിറ്റുവേഷൻ മനസ്സിലായല്ലോ. സിമ്പിളാണ് കറൻസി ഡീവാല്യുവേഷനും റീവാല്യുവേഷനും. കറൻസി ഡീവാല്യുവേഷനും റീവാല്യുവേഷനും എവിടെയാണ് വരുന്നത്? ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ. ഫ്ലെക്സിബിളിൽ ആരൊക്കെയാണ് വരുന്നത്? കറൻസി ഡിപ്രീസിയേഷനും കറൻസി അപ്രീസിയേഷനും. മക്കളെ, ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് മാനേജ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. എന്താണ്? അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, ഫിക്സഡിൻ്റെയും ഫ്ലെക്സിബിളിൻ്റെയും ഒരു മിക്സറാണ് മാനേജ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അതായത് ഇവരുടെ ഡിമാൻഡും സപ്ലൈയും കൂടിയാണ് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. ഇതൊരു പരിധിക്കുള്ളിൽ, അതായത് ഈ ബോക്സിനുള്ളിൽ എന്തായിരിക്കും? ഫ്ലെക്സിബിൾ ആയിരിക്കും, ഇതിന് കൂടാം കുറയാം. പക്ഷേ ഈ ലിമിറ്റ് വിട്ടിട്ട് കൂടാനോ കുറയാനോ ആര് സമ്മതിക്കില്ല? RBIയും ഗവൺമെൻറ്റും സമ്മതിക്കില്ല. അപ്പോൾ അവർ ഇടപെടും. ഒരു ലിമിറ്റ് വിട്ട് എക്സ്ചേഞ്ച് റേറ്റ് കൂടാനോ ഒരു ലിമിറ്റ് വിട്ട് എക്സ്ചേഞ്ച് റേറ്റ് കുറയാനോ സംഭവിക്കുന്നില്ല. ഇതാണ് മാനേജ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് എ മിക്സർ ഓഫ് വാട്ട്? ഫ്ലെക്സിബിൾ ആൻഡ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഒരു ലിമിറ്റിൽ അതെന്തായിരിക്കും? ഈ ഒരു ബോക്സിനുള്ളിൽ അതിന് വേണമെങ്കിൽ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. അതിനപ്പുറം, ഒരു ലിമിറ്റിനപ്പുറം കൂടാനോ ഒരു ലിമിറ്റിനപ്പുറം കുറയാനോ എന്ത് സാധിക്കുന്നില്ല? ഈ മാനേജ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് സിസ്റ്റത്തിന് സാധിക്കുന്നില്ല. അപ്പോൾ മക്കളെ, ഇത്രയേ ഉള്ളൂ ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഗ്രാഫ്, നമ്മൾ ആദ്യം കാണിച്ച ഗ്രാഫ് ഡയഗ്രാം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത റിയൽ എക്സ്ചേഞ്ച് റേറ്റ്, അതും സിമ്പിളാണ്. ആ ഫോമുലൊക്കെ ഒന്ന് ഓർത്ത് പഠിച്ച് വെക്കുക. അപ്പോൾ മക്കളെ, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് for your exams.